സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും വനിതാ കമ്മീഷനുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ബാലാവകാശ കമ്മീഷനുണ്ട്. അതുവഴി അവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ഒരു കമ്മീഷനുണ്ട്. പുരുഷന്മാർക്ക് ഏതെങ്കിലും ഒരു കമ്മീഷനുണ്ടോ? ഒരു കമ്മീഷൻ വേണോ? ഇങ്ങനൊരു ചിന്ത ഇന്നത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ച ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പ്രധാന കാരണം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആളുടെ ആശയങ്ങളോടും ആള് കൊണ്ടു നടക്കുന്ന ആളുടേതായ ആചാരങ്ങളോടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പഴയ കാലത്തിൻ്റെതായ അല്ലെങ്കിൽ ഇന്ന് ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളോടൊക്കെ വളരെ ആശയപരമായിട്ടാണെങ്കിലും വളരെ എതിർപ്പുള്ളൊരു ആളാണ് ഞാൻ. പക്ഷേ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ചിന്തിക്കുമ്പം ഇയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയം കലർത്തിയോ അല്ലെങ്കിൽ ആശയപരമായിട്ട് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ജെൻഡർ റിലേറ്റഡിൽ ചിന്തിക്കാതെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ലോജിക്കലി ഇതൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പം ആളെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഈ പുള്ളി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ചില ആളുകൾ പറയുന്നത് ഇയാൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്, ഇത്തരത്തിലൊരു പുരുഷ കമ്മീഷനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അയാൾ പറയുന്ന ഒരു ആശയം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നാണ് ചിലർ പറയുന്നത്. ചില ആൾക്കാർ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. ഇയാളൊരു മണ്ടനാണ്, എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നു എന്നുള്ള രീതിയിലാണ് അതായത് ജാമ്യത്തിന് അപേക്ഷിച്ച വക്കീല് അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ട് ജാമ്യത്തിന് കോടതിയിൽ വാദിച്ച വക്കീല് വരെ പറഞ്ഞത് എൻ്റെ കക്ഷി ഒരു മണ്ടനാണ് യുവർ ഓണർ എന്ന് പറഞ്ഞെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അത് ശരിയാണോ സത്യമാണോ എന്താണെന്ന് നമുക്കറിയില്ല, വെറുതെ പറയുന്നതായിരിക്കും ഒരു തമാശക്ക്. പക്ഷേ നമുക്ക് ഇയാൾ എന്താണ് പറയുന്നതെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. IPC സെക്ഷൻ 498A ഗാർഹിക പീഡനം എന്നാണ് പൊതുവെ പറയുന്നത്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പുരുഷനോ അവൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരോ കാരണം ഒരു സ്ത്രീക്ക്, അതായത് ഭർത്താവോ അവൻ്റെ വീട്ടുകാരോ അവൻ്റെ ബന്ധുക്കളോ കാരണം ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപദ്രവത്തിനെയാണ് ഈ സെക്ഷനിൽ പൊതുവെ പറയുന്നത്. പക്ഷേ ഈ സെക്ഷനിൽ പറയുന്നത് ഒരു പങ്കാളിയുടെ എന്നല്ല പറയുന്നത്. കാരണം ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവളുടെ പുരുഷനിൽ നിന്നുണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. തിരിച്ചാണെങ്കിൽ ഈ സംഭവം ഇല്ല. വെറുതെ ഒന്ന് ചോദിക്കട്ടെ, ഇത്തരത്തിൽ ഭർത്താക്കന്മാരുടെ അടികൊള്ളുന്ന ഭാര്യമാരാണ് കൂടുതൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപദ്രവങ്ങളാണ് കൂടുതൽ, ഇത് തിരിച്ചൊരിടത്തും സംഭവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഭാര്യമാരുടെ തല്ലും കൊണ്ട് മാനസികമായിട്ടുള്ള അവരുടെ സമ്മർദ്ദത്തിൽ അവരുടെ ഈ മാനസിക പീഡനം എന്ന് നമുക്ക് പറയാമല്ലോ, അത് അനുഭവിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്, എത്ര ആൺമക്കളുണ്ടായിരിക്കും, എത്ര സഹോദരന്മാരുണ്ടായിരിക്കും, എത്ര അച്ഛന്മാരുണ്ടായിരിക്കും. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു നിയമം എന്നുള്ള രീതിയിലാണ് ഇത് നിലവിൽ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ആത്മഹത്യാ നിരക്ക് ഇന്ത്യയിലെ പൊതുവായിട്ടുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് കൂടുതൽ. പുരുഷന്മാർ ആത്മഹത്യ ചെയ്യാൻ കൂടുതൽ കാരണം എന്തായിരിക്കും? ഇത് ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങളാണ്. അതായത് പുരുഷന്മാർ അതായത് ഒരു ഫാമിലിയുടെ ബ്രെഡ് വിന്നർ എന്നുള്ള രീതിയിൽ പുരുഷന്മാർ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്രഷറുണ്ട്, മെൻ്റൽ പ്രഷറുണ്ട്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഇമോഷൻ ബേൺ ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർക്ക് കൊടുക്കുന്നില്ല. അതായത് ആണുങ്ങൾ അവരൊന്ന് കരയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ കരയോ? പലപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളുടെ അടുത്ത് വരെ പറയുന്നതാണ് ആൺപിള്ളേർ കരയോ എന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പെണ്ണുങ്ങൾ കരയുന്നത് കൊണ്ടാണ് അവർക്ക് കുറച്ചും കൂടെ ഇമോഷണലി കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ കുറച്ച് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ കരഞ്ഞൊഴുക്കി അങ്ങ് കളയാൻ സാധിക്കുന്നത്. ആണുങ്ങൾ പൊതുവെ കരയാത്തതുകൊണ്ടാണ് ഇവർ ഈ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിൽ ആണുങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗം മനുഷ്യർ നേരിടുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് പീഡനം മാത്രമല്ല, അതായത് ഒരു കേസിന് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ, എനിക്കിപ്പോഴും അറിയാം, സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഭാര്യ ഒരു തരത്തിലും അവന് ഡിവോഴ്സ് കിട്ടണ്ട എന്നുള്ള മസിൽ പിടിച്ച് ചിന്തയിൽ നടക്കുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. കാരണം അവർ സെപ്പറേറ്റഡ് ആണ്, പക്ഷെ അവർക്ക് ഭർത്താവിന് ഒരിക്കലും ഡിവോഴ്സ് കിട്ടില്ല, അങ്ങനെ അവൻ വേറെ കെട്ടണ്ട, ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുകളാണ്. അത് മാത്രമല്ല, ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക, എപ്പോഴും കുഞ്ഞിനെ അമ്മയുടെ കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യതകളാണ് കൂടുതൽ. കുഞ്ഞിനെ കാണാൻ പോലും കോടതിയിൽ നിന്ന് ഒരു ഉത്തരവിന് വേണ്ടിയിട്ട് കോടതി കയറി ഇറങ്ങുന്ന എത്രയോ അച്ഛന്മാരുണ്ടായിരിക്കും. അമ്മയുടെ വികാരങ്ങൾക്ക് മാത്രമേ അവിടെ വില കൊടുക്കുന്നുള്ളൂ, അച്ഛന്മാരുടെ വികാരങ്ങൾക്ക് വില കൊടുക്കുന്നില്ല. കാരണം
ഇവർക്ക് പ്രസവിച്ച കണക്കുകൾ പറയാനുണ്ട്. അച്ഛന്മാർക്ക് ഇങ്ങനത്തെ കണക്കുകളൊന്നുമില്ല. ഗർഭിണിയാകുന്നത് തൊട്ട് അമ്മ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടുനടക്കുന്നു, അതുപോലെ തന്നെ അച്ഛൻ തലച്ചോറിൽ കൊണ്ടുനടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ട്. ഈ പെയിനും ഈ പ്രശ്നങ്ങളും എല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉള്ളതാണ്. ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ രാഹുൽ ഈശ്വരൻ പറയുന്ന ഈ ഐഡിയോളജിയെ അനുകൂലിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷ കമ്മീഷൻ എന്നുള്ളൊരു ആശയം ആന്റി വിമൻസ് അല്ലെങ്കിൽ ആന്റി വിമൻ കമ്മീഷൻ എന്നുള്ള രീതിയിലല്ല. അതൊരു പ്രോ ഫെയർനെസ് കമ്മീഷൻ അല്ലെങ്കിൽ പ്രോ ഫെയർനെസ് ആണ്. അതായത് പൊതുവെ എല്ലാവർക്കും വേണ്ടതാണ്. അതായത് സ്ത്രീകൾക്ക് വേണം, പുരുഷന്മാർക്ക് വേണം, കുട്ടികൾക്ക് വേണം, ഇത്തരത്തിൽ എല്ലാവർക്കും വേണ്ടതാണ് സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു കാര്യം എന്നാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത്. സ്ത്രീകൾക്കെതിരെ ഒരു കമ്മീഷൻ എന്നുള്ള രീതിയിലല്ല എന്നാണ് ആശയപരമായിട്ട് അവർ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഈ ഒരു പുരുഷ കമ്മീഷൻ എന്നുള്ള ആശയത്തിനെ എതിർക്കുന്ന ആൾക്കാർ അവർ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിലവിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറഞ്ഞിട്ടൊന്നുമില്ല, നിലവിൽ ഒരുപാട് നടക്കുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ്, നമുക്കും അറിയാം. പക്ഷേ ഇത്തരത്തിലൊരു പുരുഷ കമ്മീഷൻ എന്നൊരു ആശയം വന്നു കഴിഞ്ഞാൽ ഇത് അവർക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന ചില പ്രിവിലേജസിനെ അത് അഡ്രസ്സ് ചെയ്യാതെ പോകുമോ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ഈ പുരുഷ കമ്മീഷൻ എന്നുള്ള രീതിയിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇത്തരത്തിലുള്ള ചിന്തകളാണ് ഇതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് പൊതുവായിട്ടുള്ളത്. പക്ഷെ ഇവിടെയും അവർ പറയുന്നത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിയമം ആയിരിക്കും ബെറ്റർ എന്നാണ്. കാരണം പുരുഷന്മാർക്ക് ഒരു സെപ്പറേറ്റ് കമ്മീഷൻ, സ്ത്രീകൾക്ക് ഒരു സെപ്പറേറ്റ് കമ്മീഷൻ എന്നുള്ളതല്ല. കുട്ടികൾക്ക് എന്തായാലും സെപ്പറേറ്റ് കമ്മീഷൻ എന്നുള്ള കാര്യം വേണം. കാരണം അത് നമ്മളിപ്പം അഡൽട്ട് ആകുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഒരാണിനോ പെണ്ണിനോ നേരിടുന്നതിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർക്ക് നേരിടുന്ന ഈ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനും അതിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാലാവകാശ കമ്മീഷൻ എന്നൊരു സാധനം എന്തായാലും അത്യാവശ്യമാണ്. അത് ബാലാവകാശം എന്ന് പറയുന്നതിനകത്ത് ഈ ആൺകുഞ്ഞും പെൺകുഞ്ഞും ഉണ്ടല്ലോ, അതുപോലെ തന്നെ അഡൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്ചുവർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ, ഒരു കോമൺ ആയിട്ടൊരു കമ്മീഷൻ, ജെൻഡർ ന്യൂട്രൽ ആയിട്ടൊരു കമ്മീഷൻ അത് മതിയോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വേണ്ടത് എന്നുള്ളതാണ് ആശയപരമായിട്ട് ഇവർ ചിന്തിക്കുന്നത്. അല്ലാതെ പുരുഷന്മാർക്ക് ഒരു സെപ്പറേറ്റ് കമ്മീഷൻ വന്നാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കമ്മീഷൻ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പ്രിവിലേജിനെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. സ്ത്രീകൾക്കെതിരെ ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള അനീതികൾ നടക്കുന്നുണ്ട്. അത് വളരെ കുറഞ്ഞ ലെവലിലാണെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ, അതായത് പുരുഷ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അയാൾ ഇത്തരത്തിലൊരു ആശയം പുറത്തേക്ക് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഈ വ്യക്തിയോട് വിരോധമുള്ള സ്ത്രീപക്ഷവാദികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ആൾക്കാരും ഇപ്പം നിലവിൽ ഇപ്പോഴും, ഞാൻ വെറുതെ ചോദിക്കുക, അതായത് ഇയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നതിന്റെ ക്ലെയിം എന്താണ്, അല്ലെങ്കിൽ കിടക്കുന്നതിന്റെ റീസൺ എന്താണ്? അതിജീവിതയുടെ ഡീറ്റെയിൽസ് പുറത്തു വിട്ടു എന്നുള്ളതാണ് ഇപ്പോഴും ഇയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള കേസ്. ഇയാൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യും എന്നുള്ളതാണ് കോടതി കാണുന്നതോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ച വരെ കണ്ട് വീണ്ടും കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അയാളെ. ഇതുവരെ ജാമ്യമൊന്നും കിട്ടിയില്ല. അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഒരു അതിജീവിത അല്ലെങ്കിൽ ഇര എന്നാണ് ശരിക്കും ഇപ്പം കോടതി തന്നെ ഇര എന്നാണ്, കോടതി വ്യവഹാരത്തിലൊക്കെ ഇര എന്ന് തന്നെയാണ്. അത് അതിജീവിത എന്ന് പറയാൻ റീസൺ ആയ ഒരു വ്യക്തി ഉണ്ട്, നമുക്കറിയാം. അതായത് ദിലീപിന്റെ കേസിലെ അതിജീവിത. സിമ്പിളായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അതിജീവിതയുടെ പേരോ കാര്യങ്ങളോ പുറത്തുവിടാൻ പാടില്ല, പേരോ ചിത്രങ്ങളോ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണല്ലോ നിയമം. ആ നിയമം വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണല്ലോ ഈ രാഹുൽ ഈശ്വറിനെ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. നിങ്ങൾ അതിജീവിതയുടെ പേര് പുറത്തുവിട്ടിട്ടുണ്ടോ? ചിത്രം പുറത്തുവിട്ടിട്ടുണ്ടോ? അവൾക്കൊപ്പം എന്ന് ഹാഷ്ടാഗിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഇത് കാണുന്ന പല ആൾക്കാരും പുറത്തു വിട്ടിരിക്കുന്നത് അവളുടെ ചിത്രത്തിന്റെ കൂടെ നിങ്ങളുടെ ആശയങ്ങൾ എഴുതി പ്രചരിപ്പിച്ചാണ് അവൾക്കൊപ്പം എന്നുള്ളത് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലേ? എത്ര പേര് ചെയ്തിട്ടുണ്ട്? അവൾ ആരാണെന്ന് ഇപ്പം നിലവിൽ എല്ലാവർക്കും അറിയത്തില്ലേ? ഇത് കൊച്ചിനോട് ചോദിച്ചാൽ പോലും അവർക്കറിയത്തില്ലേ ഈ അതിജീവിത എന്ന് പറയുന്ന, ദിലീപിന്റെ കേസിൽപ്പെട്ട അതിജീവിത എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്ന് ഏത് കൊച്ചിനും അറിയാം. കാരണം എന്താ? നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന, ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു വലിയ സമൂഹം അവളുടെ ഫോട്ടോ വെച്ച് അവൾക്കൊപ്പം എന്ന് ഹാഷ്ടാഗ് ചെയ്ത് അവളുടെ കൂടെ നിൽക്കുന്നു, അവൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ളത് പറയുന്നതിനോടൊപ്പം അവളുടെ ഫോട്ടോ തന്നെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് എണ്ണം കണ്ടു ഫേസ്ബുക്കിനകത്ത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ അതിജീവിത എന്നുള്ള വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ചിത്രമോ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കലല്ല ചെയ്യുന്നത്. ആണ്. ഈ രാഹുൽ ഈശ്വർ അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇയാൾ ചെയ്തത് ആകെ AI വെച്ചിട്ട് ഒരു കപ്പിൾ, അതായത് മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിന്റെ ഫോട്ടോ. പക്ഷെ ആളെ പിടികിട്ടി. അത് പല ആൾക്കാർക്ക് അത് പിടികിട്ടി. അതിന് വേറൊരു റീസൺ ഉണ്ട്. അത് ആള്
വളരെ സർക്കാസ്റ്റിക് ആയിട്ടോ വളരെ അതിനോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല. പക്ഷെ അത്തരത്തിൽ ഒരു പൊളിറ്റീഷ്യൻ ചെയ്ത ഒരു കാര്യം കൊണ്ടാണ് പലർക്കും അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അതിജീവിതയെ മനസ്സിലായത്. പക്ഷേ ഈ രാഹുൽ ഈശ്വർ ചെയ്തിട്ടുള്ള ഫോട്ടോ കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പേര് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന ആളല്ലേ എന്ന് ആങ്കറിനോട് ചോദിച്ചു. ആങ്കറിന് അറിയാമെന്ന് പറഞ്ഞു. ആങ്കർ അവിടെ സ്റ്റോപ്പ് ചെയ്തു, അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന്. പക്ഷേ ഈ ദിലീപിന്റെ കേസിലെ അതിജീവിതയുടെ കാര്യങ്ങൾ നിലവിൽ പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിത്രം പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഹാഷ്ടാഗ് ഇട്ടിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആണ്, നമ്മളും കുറ്റവാളികളാണ്. ഈ രാഹുൽ ഈശ്വർ ചെയ്തതിനേക്കാൾ വളരെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള കുറ്റമാണ് നമ്മളും ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പൊ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് എവിടെയെങ്കിലും കോടതി ഇടപെട്ടിട്ടുണ്ടോ? അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരാശയം ഒരാൾ പറയുമ്പോൾ ആ ആശയത്തിനെ ആശയപരമായി ചിന്തിക്കാതെ അയാളോടുള്ള വ്യക്തി വൈരാഗ്യമോ വ്യക്തി താല്പര്യങ്ങളോ കൊണ്ടോ അയാളെ എതിർക്കുക എന്നുള്ളതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് രാഹുൽ ഈശ്വറിന്റെ ഈ ബാലൻസിങ് പരിപാടികൾ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതായത് ഏതെങ്കിലും മതപരമായിട്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു കൊളിഷന്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ ആയിട്ട് വരിക, ആ പാർട്ടിയും ശരിയാണ് ഈ പാർട്ടിയും ശരിയാണ്, അല്ലെങ്കിൽ ആ മതവും ശരിയാണ് ഈ മതവും ശരിയാണ്, ആ ദൈവവും ശരിയാണ് ഈ ദൈവവും ശരിയാണ്, രണ്ട് ദൈവങ്ങളും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരുന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആള് പറയുന്നത്. അതായത് ശബരിമല വിഷയത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അയ്യപ്പനും ബാബരും തമ്മിലുള്ള കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പുള്ളി കാണിക്കുന്ന ഒരു ശുഷ്കാന്തി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആ പരിപാടി തീരെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒരാശയം ഉണ്ടെങ്കിൽ ആശയത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, നമുക്ക് ശരിയെന്ന് തോന്നുന്നതിനകത്ത് നമ്മൾ നിൽക്കുക, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. പക്ഷേ ഈ പുള്ളി ഇങ്ങനെയുള്ള കുറെ കലാപരിപാടികൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ആളുടെ ഒരു റിച്വൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയത്തിനോട് എനിക്ക് തീരെ യോജിപ്പില്ലാത്തതാണ്. പക്ഷേ എന്ന് വെച്ച് ഇയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മണ്ടത്തരമാണ് അല്ലെങ്കിൽ അട്ടർ ഫ്ലോപ്പാണ് ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഇയാൾ എന്ത് പറയുന്നു, ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തരത്തിലൊരു കമ്മീഷനെ കുറിച്ച് പൊതുസമൂഹത്തിൽ ചർച്ചയാവണം, അത് ചിന്തിക്കണം. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമങ്ങൾ ജെൻഡർ ന്യൂട്രൽ ആക്കണം. അതായത് പങ്കാളിയിൽ നിന്ന് ഉണ്ടാകുന്ന മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉള്ള പീഡനങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്നോ ഉണ്ടാകുന്ന പീഡനങ്ങൾ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. കാരണം പണ്ടത്തെ പോലെ എനിക്ക് തോന്നുന്നില്ല, ഇപ്പം പണ്ടത്തെ ഒരു കുടുംബ സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ലൈഫ് സ്റ്റൈലൊന്നും അല്ല ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ കപ്പിളായിട്ട് സെപ്പറേറ്റ് മാറുന്നു, അവിടെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു, ഒരു അണുകുടുംബം, അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തരത്തിലൊരു നിയമം വരാനുള്ള റീസൺ, പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നു, അവിടെ താമസിക്കുന്നു, അവിടെ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നത്തിനെ പറ്റി അങ്ങനെ എടുക്കുമ്പോഴാണെന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് അത് കുറവല്ലേ? ഇന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ അധികം നടക്കുന്നില്ലല്ലോ. കാരണം ഭാര്യയുടെ വീട്ടിലും നിൽക്കുന്നില്ല, ഭർത്താവിന്റെ വീട്ടിലും നിൽക്കുന്നില്ല, ഇവർ സെപ്പറേറ്റ് ഒരു വീട്ടിലേക്ക് മാറുക, പുതിയൊരു കുടുംബമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് കുടുംബം ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ കൂട്ടുകുടുംബം പോലെ ഇന്ന് അത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിനെ ഒരു ചെടി മാറ്റി വെക്കുന്ന പോലെ വേറൊരിടത്തോട്ട് നട്ടുപിടിപ്പിച്ചിട്ട് അവിടെ വളരാൻ അവൾ സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പം ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അത് മാത്രമല്ല, ഇത് പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തില്ല, ഡയറി മിൽക്ക് വാങ്ങിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് എന്നെ മർദ്ദിച്ചു, അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മ എന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കാം. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പുറകെ പോകണം. പിന്നെ അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. അത് നടന്നോ ഇല്ലയോ എന്നറിയുന്നതിനകത്ത്, അതുകൊണ്ടാണല്ലോ മിസ്യൂസ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോടതിക്ക് വെളിയിൽ ഒരു മീഡിയേറ്ററെ വെച്ച് നിങ്ങൾ സംസാരിച്ച് തീർക്കുക, കോടതിയുടെ വിലപ്പെട്ട സമയം കളയരുതെന്ന് സുപ്രീം കോടതി വരെ പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യമാണിത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ആശയം ഒരുപക്ഷെ ആൾക്ക് തോന്നിയിട്ടുണ്ടാകുക എന്ന് തോന്നുന്നു. പക്ഷെ എന്ന് വെച്ച് ആള് ചെയ്യുന്നത് പോലെ സകല ഉടായ്പ് കാണിക്കുന്നവന്മാരുടെയും കാര്യത്തിൽ, ആണുങ്ങളുടെ കാര്യത്തിൽ കയറി ഇടപെടുക എന്നുള്ളതൊന്നും ശരിയായ നടപടിയല്ല. കാരണം നമുക്ക് പലപ്പോഴും അറിയാലോ, പല ആൾക്കാരും ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. നമ്മുടെ പൊതുസമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും എല്ലാ തരത്തിലുള്ള അവകാശം ഉണ്ടെങ്കിൽ, ഫ്രീഡം എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിൽ, ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്രീഡം ഉണ്ടെങ്കിൽ അതിൽ അനാവശ്യമായിട്ട് ഇടപെടുന്ന പുരുഷന്മാരും പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ പുരുഷൻ ഇടപെട്ടാലും സ്ത്രീ ഇടപെട്ടാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ജെൻഡർ ന്യൂട്രൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ് സത്യത്തിൽ നടക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിഷയം അവസാനിക്കുന്നത് ഒരു ചോദ്യത്തിലാണ്. അതായത് നീതി എന്ന് പറയുന്ന സാധനം ലിംഗപരമായിട്ട് വേർതിരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണോ, അതോ എല്ലാവർക്കും ഒരുപോലെ വേണ്ട കാര്യമാണോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. നന്ദി.